ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ചൂടായി വന്ന പാനിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചോറ് വെക്കുന്ന അരിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 6-7 മിനിറ്റ് നേരം നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. അതൊന്ന് തണുത്ത് വരട്ടെ. അടുത്തതായി ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നെയ്യ് കട്ടയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കൈവിടാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നെയ്യിൽ വെന്ത് വരാനുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു നുള്ള്. ഞാനിപ്പോൾ ഈ ഒരു ക്യാരറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് നെയ്യിൽ വേവിച്ചെടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് ഏകദേശം പകുതി മുക്കാലോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരകി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു തേങ്ങയുടെ ഒപ്പം തന്നെ ക്യാരറ്റും കൂടെ ഒന്നുകൂടെ വെന്ത് കിട്ടും. അപ്പോൾ കറക്റ്റ് പരുവാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഈ ഒരു ശർക്കരയിൽ വെന്ത് വരട്ടെ. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ തിളച്ച് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. അടുത്തതായി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു അരി തണുത്തതിന് ശേഷം ഈ ഒരു ജാറിലേക്ക് പകുതിയോളം ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. നല്ല പൗഡർ പോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് മുഴുവനായിട്ടും അരി ഞാൻ പൊടിച്ചെടുത്തു. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് ശർക്കര മിക്സ് കുറച്ച് ചൂടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ സ്പാച്ച് വെച്ചിട്ടാണ് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്പാച്ച് വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ചൂടാറി കഴിഞ്ഞിട്ടാണ് ഞാനിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് ചൂടാറും തോറും ഡ്രൈ ആയി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള പാലല്ല, ഇളം ചൂടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ലഡു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരമാണ്. അരി വെച്ചിട്ട് നമ്മളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ട് ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒരുപാട് നേരം വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മൾ അങ്ങനെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.